നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ കാവ്യ. സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകളുടെ ഓർമ്മയ്ക്കായുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും സഹായം ലഭിച്ചവർ ഏറെയാണ്. ജീവൻ നിലനിർത്തിയവരും ജീവിതം തിരിച്ചു പിടിച്ചവരും നിരവധിയുണ്ട്. CPM സഹയാത്രികർക്ക് ഭൂരിപക്ഷമുള്ള മിമിക്രിക്കാരുടെ സംഘടനയ്ക്ക് താൻ അഭിനയിക്കുന്ന ഓരോ സിനിമയിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ഇപ്പോഴും അദ്ദേഹം നൽകുന്നുണ്ട്. എതിരാളികൾ പോലും സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയക്കാരൻ്റെ പെരുമാറ്റ രീതികളൊക്കെ അദ്ദേഹത്തിന് അന്യമാണ്. തമിഴ് പടങ്ങളിലെ രാജാപാട്ടുകാരനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പല രീതികളും ജനങ്ങൾക്ക് രുചിക്കുന്നതല്ല. രാഷ്ട്രീയക്കാരൻ്റെ ഗിമ്മിക്കുകൾ ഒന്നുമില്ലാതെ വെട്ടൊന്ന് മുറി 2 എന്ന രീതികൾ പലപ്പോഴും സുരേഷ് ഗോപിക്ക് വിനയായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി അദ്ദേഹം നടത്തിയ ചില കലുങ്കു ചർച്ചകളിലുണ്ടായ ചില സംഭവങ്ങൾ തന്നെ ഇതിനുദാഹരണമാണ്. ആവശ്യങ്ങളുമായി സമീപിക്കുന്ന ദുഃഖിതരോട് തന്റെ നിസ്സഹായതയെ മറച്ചുവെച്ച് വെട്ടൊന്ന് മുറി 2 എന്ന രീതിയിൽ നിഷേധ സമീപനങ്ങൾ സ്വീകരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നെഗറ്റിവിറ്റി ചെറുതല്ല. എതിരാളികൾ ഇത് ആളിക്കത്തിച്ചൊരു ആയുധമാക്കാനും മറന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കായിരുന്നു തൃശൂർ ജില്ലയുടെ ചാർജ്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ BJP MP ആയ സുരേഷ് ഗോപിയുടെ കയ്യിൽ തൃശൂർ ജില്ല ഭദ്രമായിരിക്കുമെന്നായിരുന്നു കേന്ദ്ര നേതൃത്വം കരുതിയത്. കാരണം അത്രമേൽ തിളക്കമാർന്ന ഒരു വിജയമായിരുന്നു തൃശൂർ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചത്. 3/4 ലക്ഷത്തിന് മുകളിൽ ലഭിച്ച ഭൂരിപക്ഷം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ തൃശൂരിന്റെ വികസനത്തിനായി പല കാര്യങ്ങളും അദ്ദേഹം ആവിഷ്കരിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലിച്ചില്ല. BJPക്ക് തൃശൂരിൽ സംഭവിച്ചത് ദയനീയ പരാജയമായിരുന്നു. തൃശൂർ കോർപ്പറേഷനും ചില മുനിസിപ്പാലിറ്റികളും പല പഞ്ചായത്തുകളും BJPക്ക് ലഭിക്കുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ വരെ വിലയിരുത്തിയത്. BJPയിലെ B ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ തൃശൂർ കോർപ്പറേഷൻ ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസം പലരെയും BJPയിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ തുടങ്ങിയവരൊക്കെ ഈ ഗണത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. കയ്യിലിരുന്ന പഞ്ചായത്തുകൾ പോലും BJPക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ തൃശൂർ കോർപ്പറേഷനിലെ 36 ഡിവിഷനുകൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. ഈ വിജയമായിരുന്നു തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസം BJPക്ക് സമ്മാനിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. മുൻപ് BJPക്ക് 6 ഡിവിഷനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ഡിവിഷനുകൾ കൂടി മാത്രമാണ് ലഭിച്ചത്. ഇതുതന്നെയാണ് പല പഞ്ചായത്തുകളിലും സംഭവിച്ചത്. എന്തിനേറെ പറയുന്നു, സുരേഷ് ഗോപി ദത്തെടുത്തിരുന്ന അവിണശ്ശേരി പഞ്ചായത്ത് പോലും BJPക്ക് നഷ്ടപ്പെട്ടു. ദത്തെടുക്കൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. ഇതിൻ പ്രകാരം കേന്ദ്ര ഫണ്ടുകൾ കൊണ്ട് ഓരോ MPക്കും ഓരോ പഞ്ചായത്ത് ദത്തെടുക്കാൻ കഴിയും. വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താവുന്നതുമാണ്. സുരേഷ് ഗോപി നോമിനേറ്റഡ് MP ആയപ്പോൾ ഇങ്ങനെ ദത്തെടുത്തത് തൃശൂർ ജില്ലയിലെ അവിണശ്ശേരി പഞ്ചായത്തായിരുന്നു. താൻ തൃശൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് കരുതിയായിരുന്നില്ല അന്ന് സുരേഷ് ഗോപി അവിണശ്ശേരിയെ ദത്തെടുത്തത്. പഞ്ചായത്തിന്റെ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് മുന്നോക്കം കൊണ്ടുവരിക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ പ്രകാരം നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ആനുകൂല്യങ്ങളും ഈ പഞ്ചായത്തിന് സമ്മാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി BJP ആയിരുന്നു ഈ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അത് കൈവിട്ടുപോയി. നറുക്കെടുപ്പിലൂടെയാണെങ്കിലും UDF മണ്ഡലം പിടിച്ചെടുത്തു. 16 വാർഡുകളുള്ള പഞ്ചായത്തിൽ BJP 7, UDF 7, LDF 2 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. പുറത്തുനിന്ന് LDF ആർക്കും പിന്തുണ നൽകാൻ തയ്യാറായില്ല. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് പഞ്ചായത്ത് ലഭിക്കുകയും ചെയ്തു. ഈ പരാജയങ്ങളെല്ലാം സുരേഷ് ഗോപിക്ക് സമ്മാനിച്ച നിരാശ ചെറുതല്ല. ഈ പരാജയം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കിയ ഇമേജ് തകർച്ച വളരെ വലുതാണ്. തനിക്ക് 2 നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നതും വിശ്വസിക്കുന്നതും. നരേന്ദ്രമോദിയും അമിത്ഷായുമാണത്. ഈ നിലപാടിൽ BJPയുടെ സംസ്ഥാന ഘടകത്തിന് സമാന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സുരേഷ് ഗോപിക്കുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ സന്തോഷം ചെറുതൊന്നുമല്ല എന്നുള്ളതും ഒരു രഹസ്യമല്ല. അവർ പുറമെ പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ഈ ചെറുതാക്കൽ സുരേഷ് ഗോപിയെ വല്ലാതെ ബാധിച്ച മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ. CPM BJP അന്തർധാരയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായതെന്നുള്ള പ്രചരണം തൃശൂരിൽ സുരേഷ് ഗോപിയെയും BJPയും വല്ലാതെ ബാധിച്ചു. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ മുഖ്യ ശത്രു UDF ആണെന്നുള്ള തൃശൂർക്കാരുടെ വിചാരമാണ് പരാജയത്തിന് കാരണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഒപ്പം ഉത്തരേന്ത്യയിൽ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ചേർന്ന് നടത്തിയ ക്രിസ്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇപ്പോൾ സുരേഷ് ഗോപി കാട്ടിയ നിസ്സംഗതയും നിസ്സഹായതയും അദ്ദേഹത്തിനെതിരെ ഒരു വികാരം തൃശൂരിൽ പടർത്താനും ഇടയാക്കിയെന്ന് കരുതപ്പെടുന്നു. എന്താണെങ്കിലും സുരേഷ് ഗോപിക്ക് ലഭിച്ച ഷോക്ക് ചെറുതല്ല. അതുകൊണ്ടാകാം അദ്ദേഹം കേരളീയ പൊതുമണ്ഡലത്തിൽ നിന്ന് ഒട്ടൊന്ന് അകന്നു നിൽക്കുന്നതിന്റെയും ഡൽഹിയിൽ കേന്ദ്രീകരണം നടത്തിയിരിക്കുന്നതിന്റെയും കാരണമെന്ന് കരുതപ്പെടുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.